തമിഴ് ചിത്രം തഗ് ലൈഫ് കർണാടകയിൽ സുഗമമായി റിലീസ് ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് സഹനിർമ്മാതാവ്. കന്നഡ ഭാഷയുമായി ബന്ധപ്പെട്ട് കമൽഹാസന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ ചിത്രം പ്രദർശിപ്പിക്കില്ല എന്ന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സഹനിർമ്മാതാവ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുഹമ്മദ് റയീസ് വിവരങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റയീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തഗ് ലൈഫിന്റെ റിലീസിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ സഹനിർമ്മാതാവ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം ചിത്രവുമായി ബന്ധപ്പെട്ട റിലീസ് കർണാടകയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. റിലീസ് ഏതാണ്ടൊക്കെ മുടങ്ങുമെന്നുള്ള അവസ്ഥയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കർണാടക ഫിലിം ചേംബറും ഒപ്പം തന്നെ ഈ കന്നഡ സംരക്ഷണ സംഘടനകളും ഈ ചിത്രത്തിനെതിരെ വലിയ വിമർശനവുമായി, അല്ലെങ്കിൽ ചിത്രം റിലീസ് ചെയ്യാൻ കഴിയില്ല എന്ന ആവശ്യവുമായി സജീവമായി രംഗത്തുണ്ട്. അത് കമൽഹാസന്റെ ഒരു കന്നഡ വിരുദ്ധ പരാമർശം എന്നുള്ള നിലയ്ക്ക് അവർ കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോവുകയാണ്. തമിഴിൽ നിന്നാണ് കന്നഡ ഉണ്ടായത് എന്നുള്ളൊരു പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വിവാദത്തിന് തുടക്കമാവുന്നത്. ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നിരത്തിൽ കമൽഹാസനെതിരെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇപ്പോൾ ഈ കന്നഡ സംരക്ഷണ സമിതിയിലെ വിവിധ പ്രവർത്തകർ നിരവധി തിയേറ്ററുകൾ കയറി ഇറങ്ങി നോട്ടീസ് നൽകുകയാണ്. ഈ ചിത്രം ഈ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകുകയാണ്. ഇത് അറിഞ്ഞ നിർമ്മാതാവാണ് ഇപ്പോൾ സഹനിർമ്മാതാവ്, അതായത് രാജ്കമൽ ഫിലിം ഇന്റർനാഷണൽസ് ആണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലെ ഒരു കോ പ്രൊഡ്യൂസറാണ് ഇപ്പോൾ ഒരു ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും ചിത്രത്തിൻ്റെ റിലീസ് സുഗമമാക്കണം, ഒപ്പം തന്നെ ഫിലിം ചേംബറിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റാരുടെ ഭാഗത്തു നിന്നോ ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് തടയുന്ന ഒരു നടപടിയും പാടില്ല. ഈ ഒരു വിതരണം സുഗമമായി നടക്കണം. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായാൽ അവിടെ സർക്കാർ ഇടപെടണമെന്നുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരും ഈ ഒരു കന്നഡ പ്രശ്നത്തിൽ വലിയ തോതിൽ കമൽഹാസനൊപ്പമോ അല്ലെങ്കിൽ തഗ് ലൈഫിനൊപ്പമൊന്നും ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു നോട്ടീസ് നൽകാനാണ്, ഈ കക്ഷികൾക്കൊക്കെ നോട്ടീസ് അയക്കാനാണ് നിലവിൽ സാധ്യത. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനമാകേണ്ട ഒന്നാണ്. അങ്ങനെ തഗ് ലൈഫ് എന്തായാലും കർണാടകയിൽ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.